കേണൽ ഡിന്നി, ഇന്ത്യയുടെ പരമാധികാരത്തെ അമേരിക്കയ്ക്ക് പണയപ്പെടുത്തിയ പ്രധാനമന്ത്രി എന്ന വിമർശനമാണ് ഇൻഡോ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തിനും അതിനുശേഷം അതിന് പിന്തുണ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും പ്രതികരണത്തിലൂടെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് ഒരർത്ഥത്തിൽ ശരിയല്ലേ? കാരണം ഈ നമ്മളുമായി ഉണ്ടാക്കിയ കരാർ എന്താണ്, അതിലെ വ്യവസ്ഥകൾ എന്താണ്, അതിലെ തീരുമാനങ്ങൾ എന്താണ്, അതിലെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ധാരണയുണ്ടായിട്ടുള്ളത്, പരസ്പരം നൽകിയിട്ടുള്ള ഉറപ്പുകൾ എന്താണ് എന്നീ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരനായ ഒരാൾക്ക് പോലും വ്യക്തമാകുന്ന തരത്തിൽ വിശദീകരിക്കപ്പെടേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിൽ നിന്നാണ്. അത് പാർലമെൻറ്റിൽ ഉണ്ടായില്ല, അത് അല്ലാതെ ഒരു പ്രസ് റിലീസിലൂടെ ഉണ്ടായില്ല, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമൂഹ മാധ്യമ വിഭാഗങ്ങളിലൂടെ അത് ഉണ്ടായിട്ടില്ല. മറിച്ച് അത് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ്. എന്നിട്ട് അവരുടെ ലാഭത്തിൻ്റെ, അവരുടെ നേട്ടത്തിൻ്റെ, അവർക്കുണ്ടാകാൻ പോകുന്ന മുന്നേറ്റത്തിൻ്റെ സാധ്യതകളുടെയൊക്കെ കാര്യങ്ങൾ അവിടുത്തെ വകുപ്പ് മേധാവിമാർ പറയുകയാണ്. ഇതാണ് രാജ്യം കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യമാണ്, ഇവിടുത്തെ ഭരണകൂടത്തിന് ഈ രാജ്യത്തോടും ഈ രാജ്യത്തെ ജനങ്ങളോടും എന്ത് പ്രതിബദ്ധതയാണുള്ളത്? ഇന്ത്യക്കൊരു പരമാധികാര സ്വഭാവം ഇപ്പോഴുണ്ടോ എന്നത്. അതിന് മറുപടി പറയേണ്ട ബാധ്യത BJPക്കില്ലേ? തീർച്ചയായിട്ടും ശ്രീ ഗോപികൃഷ്ണൻ, അതിനകത്ത് യാതൊരു സംശയമില്ല. അതിൻ്റെ മറുപടി ഇന്ന് ബഹുമാനപ്പെട്ട കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അദ്ദേഹം പാർലമെന്റിലും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വെളി വന്നിട്ടും ആ കാര്യങ്ങൾ എന്താണ് നടന്നതെന്നുള്ളത് കൃത്യമായി പറഞ്ഞു. നോക്കൂ, നമ്മളിവിടെ കാണുന്നത് ബഹുമാനപ്പെട്ട MP ആയാലും ശരി, ശ്രീ ലിജു ആയാലും ശരി, അവർ ഈ എഗ്രിമെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞു, ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതായത് അവരുടെ സംസാരം കേട്ടാൽ തോന്നും ഈ എഗ്രിമെൻ്റ് എല്ലാം വന്നു കഴിഞ്ഞു, നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ എല്ലാം നമ്മൾ കീഴടങ്ങി എല്ലാം കഴിഞ്ഞു. ഇന്ന് കൃത്യമായിട്ട് കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞായിരുന്നു, ഇത് ഫസ്റ്റ് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു. അതായത് ഇന്ത്യയും US തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആയി. ആ ഇന്ത്യയും US തമ്മിലുള്ള എഗ്രിമെൻറ്റ് ഒരു വർഷത്തോളമുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചർച്ച നടന്നിട്ടാണ് ഫൈനലി ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റിലേക്ക് വരുന്നത്. ആ എഗ്രിമെൻറ്റിൻ്റെ ഫൈനൽ ഡീറ്റെയിൽസ് ഇത് രണ്ടും ഇനി വരുത്തതേ ഉള്ളൂ. ഓരോ സെക്ടർ വൈസ് ആയിട്ടുള്ള എന്തൊക്കെ എഗ്രിമെൻ്റ് ആണ് നടന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി വരും. ആൻഡ് ജോയിന്റ് കോൺഫറൻസ് അല്ലെങ്കിൽ ജോയിന്റ് മീറ്റിംഗ് നടത്തും എന്ന് ശ്രീ പീയൂഷ് ഗോയൽ ഞാൻ താങ്കളോട് ചോദിച്ചോട്ടെ, താങ്കൾക്ക് മനസ്സിലായ കാര്യങ്ങളൊന്ന് പറയാമോ? അതായത് റഷ്യൻ എണ്ണ നമ്മൾ സ്വീകരിക്കുമോ? ഊർജ നയത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു സ്ട്രാറ്റജിക് പോളിസി നമുക്കുണ്ടായിരുന്നു. അതിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിക്കാമോ? രണ്ടാമത്തെ കാര്യം, ഈ 0 തീരുവ സംബന്ധിച്ചാണ്. അതായത് അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളടക്കം ക്ഷീരോൽപ്പന്നങ്ങളടക്കം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ തീരുവയുണ്ടായിരിക്കില്ല എന്നാണ് അവിടുത്തെ കാർഷിക മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ, അതായത് അവിടുത്തെ അഗ്രികൾച്ചർ സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് പറഞ്ഞിരിക്കുന്നത് ഈ തരത്തിലാണ്. അതിൽ താങ്കൾക്കൊരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? ഇനി മൂന്നാമത്തെ കാര്യം, 50,000 കോടി ഡോളറിൻ്റെ ഊർജം, കൃഷി, ഉന്നത സാങ്കേതികവിദ്യ, കൽക്കരി, ഈ മേഖലയിലെല്ലാമായി 500 ബില്യൺ ഡോളറിൻ്റെ മുകളിലുള്ള കച്ചവടമാണ് ഇന്ത്യയുമായി ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങളിൽ താങ്കൾക്ക് വ്യക്തതയുണ്ടോ? താങ്കൾക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഡെഫിനറ്റ്ലി ശ്രീ ഗോപികൃഷ്ണൻ, അത് തന്നെയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ററപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ അത് പറയാനുള്ള ഒരു ശ്രമം നടത്താം. ആൻഡ് രണ്ടുപേരും സംസാരിച്ചതിലും അതിലും കുറേ ക്ലാരിറ്റി വരുത്തേണ്ട കാര്യം കൂടെ ഉണ്ട്. ഫസ്റ്റ് തിങ്, ഈ ഒരു എഗ്രിമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് തുടങ്ങിയത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. അതായത് ഒരു വർഷമായിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, രണ്ട് കൊമേഴ്സ് മിനിസ്റ്റർ നമ്മുടെ രാജ്യത്തു നിന്നും അവിടെ നിന്നുള്ള ഒഫീഷ്യൽസ് തമ്മിലുള്ള ഡിസ്കഷൻസ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്ന് തോന്നി നടന്നതല്ല. നമ്മൾ ധാരാളം ഡിസ്കഷൻസ് നടത്തി, നമ്മളെ പക്ഷം പറഞ്ഞു, അവരുടെ പക്ഷം പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട MP, വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞു, പീയൂഷ് ഗോയൽ അദ്ദേഹം പറഞ്ഞത്, അതായത് US sides too has had areas that are sensitive. ഡെഫിനറ്റ്ലി അവരുടെ സെൻസിറ്റീവ് ഏരിയാസ് കാണത്തില്ലേ, നമുക്ക് നമ്മുടെ സെൻസിറ്റീവ് ഏരിയ കാണത്തില്ലേ? ഈ ഒരു പറച്ചിൽ കേട്ടപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വേറൊരു രാജ്യത്തിലേക്ക് ഒരു എഗ്രിമെൻ്റ് ആയിട്ട് നടന്നത്. തൊട്ട് മുമ്പല്ലേ നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ടുള്ള എഗ്രിമെൻറ്റ് നടത്തിയത്. അതിനകത്തും ധാരാളം സെൻസിറ്റീവ് ഏരിയാസ് ഉണ്ട്, നമ്മുടെ ഉണ്ട്, അവരുടെ ഉണ്ട്. US ഭാഗത്തും അതേപോലെ തന്നെ ധാരാളം സെൻസിറ്റീവ് ഏരിയ ഉണ്ട്, നമ്മുടെ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞത് എന്താണ്, നമ്മളെ കോർ സെൻസിറ്റീവ് ഏരിയ ആയിട്ടുള്ള അഗ്രികൾച്ചർ, ഡയറി, ഈ ഇൻക്ലൂഡിങ് ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസ് ചെയ്തില്ല എന്ന് കൊമേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൊമേഴ്സ് മിനിസ്റ്റർ നമ്മളെ പാർലമെൻറ്റിൽ പറഞ്ഞ ആ കൊമേഴ്സ് മിനിസ്റ്ററിനെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ഇനി
US-ന്റെ അഗ്രികൾച്ചർ സെക്രട്ടറി എന്ത് പറഞ്ഞു അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞത് അത് അവരുടെ ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ അവർ പറയട്ടെ. പക്ഷെ ഞാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ കൊമേഴ്സ് മിനിസ്റ്റർ ഫ്ലോർ ഓഫ് ദി ഹൗസ് പാർലമെന്റിൽ പറഞ്ഞത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ, നമ്മുടെ ഡയറി സെക്ടറിനെ ഒരു രീതിയിലുള്ള കോംപ്രമൈസ് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് എനിക്കിപ്പം വിശ്വസിക്കാനുള്ളത്. ഒന്നത്. രണ്ടാമതായിട്ട് എന്തുകൊണ്ട് ഈ ഒരു ഇന്റർവെൻഷനെ താങ്കൾ ഒന്ന് ക്ഷമയോടുകൂടി സ്വീകരിക്കണം. എന്റെ ഈ ഒരു ഇന്റർവെൻഷന് ബാക്കി കാര്യങ്ങൾ താങ്കൾ പറഞ്ഞോളൂ. എന്റെ ഈ ഇന്റർവെൻഷനെ താങ്കൾ ക്ഷമയോടുകൂടി ഒന്ന് സ്വീകരിക്കണം. അതായത് ഇങ്ങനൊരു ധാരണയുണ്ടായി എന്ന വിവരം നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിട്ടാണോ നമ്മൾ അറിഞ്ഞത്? നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടാണോ നമ്മൾ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞത് അത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടാണ്. ഓക്കെ, അതിന്റെ ആൻസർ കൃത്യമായിട്ടുണ്ട്. സി, ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം US-ന്റെ പ്രസിഡന്റാണ്. നമുക്ക് ആർക്കും ഈ പാനലിൽ ഇരിക്കുന്ന യഥാർത്ഥത്തിൽ ഇന്റലക്ച്വൽ ആയിട്ട് ഒരു ഓണസ്റ്റി ഉണ്ടെങ്കിൽ ആർക്കും ഒരു തർക്കമില്ല മിസ്റ്റർ ഡൊണാൾഡ് ട്രംപിന്റെ എങ്ങനെയാണ് സ്വഭാവം, എന്താണ് അദ്ദേഹത്തിന്റെ രീതി എന്നുള്ളത്. നമ്മുടെ അടുത്ത് മാത്രമാണോ അദ്ദേഹം ഈ ഒരു രീതിയിൽ കാണിച്ചിട്ടുള്ളത്? ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും, ചൈനയ്ക്ക് എത്ര ശതമാനം? 30% മുകളിലുണ്ട്. അദ്ദേഹം മറ്റുള്ള രാജ്യങ്ങളിൽ എല്ലാവർക്കും അദ്ദേഹം ഈ ടാരിഫ് വെച്ചിട്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. അദ്ദേഹം ടാരിഫിനെ ഒരു വെപ്പണായിട്ട്, ഒരു ആയുധമായിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്നത് അത് ട്വീറ്റിലൂടെയാണ്. അദ്ദേഹം ആ രീതിയാണ് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ. നമുക്ക് അമേരിക്കയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതിന്റെ തലവനായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. അപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ രീതിയെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ വെനസ്വേല ആക്രമിച്ച് അവിടുത്തെ രാഷ്ട്രതലവനെ പിടിച്ചോണ്ട് പോയെന്ന് പോലും അദ്ദേഹം എങ്ങനെ പറഞ്ഞത് ഈ ട്വിറ്ററിലൂടെ. അപ്പൊ അതുപോലുള്ള ഒരു എന്താ പറഞ്ഞ ഒരു ഗവൺമെന്റ് ഹെഡിനെ, അദ്ദേഹത്തിന്റെ രാജ്യത്ത് തന്നെ പല പല പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് നമുക്കൊന്ന് ഇടപെടാൻ. ഈ ടാരിഫിന്റെ കേസ് തന്നെ സുപ്രീം കോർട്ട് ഓഫ് US-ൽ ഇപ്പോഴും കേസ് നടക്കുകയാണ്, ഇത് ചെയ്ത് ശരിയല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു വ്യക്തി എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കണം, അത് അദ്ദേഹത്തിന്റെ രീതിയാണ്. ആ രീതിയെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ഞാൻ കാണുന്ന അദ്ദേഹം ഭാരതമായിട്ട് പിന്നീട് കുറച്ചെങ്കിലും ഒരു മാന്യത രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമതായി, എന്തുകൊണ്ട് അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് US ആണ് 50%, ആദ്യം 25%, പിന്നീട് 50% ടാരിഫ് നമ്മളെ അഗേൻസ്റ്റ് ഇമ്പോസ് ചെയ്തത്. നാച്ചുറലി ഇപ്പോൾ ആരാണ് ഇമ്പോസ് ചെയ്യുന്നത്? അവരല്ലേ ആദ്യം പറയുന്നത് ഞങ്ങൾ തിരിച്ചെടുക്കുന്നത്. ആ രീതിയിലാണ് അദ്ദേഹം ആദ്യം ചെയ്തു. അത് ഞങ്ങൾ 50% ഇപ്പോൾ 18% ആക്കി ഒരു എഗ്രിമെന്റ് സൈൻ ആയെന്നുള്ളത്. അതിന് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററും പറഞ്ഞു ആ എഗ്രിമെന്റ് നമ്മൾ പോസിറ്റീവാണ്, അങ്ങോട്ട് മുന്നോട്ട് പോകും. കൊമേഴ്സ് മിനിസ്റ്റർ എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു വർഷമായിട്ട് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പല കോർ ഏരിയാസ് ഉണ്ടായിരുന്നു, സെൻസിറ്റീവ് ഏരിയ ഉണ്ട്, അതിനൊക്കെ ഞങ്ങൾ എഗ്രിമെന്റ് വന്നു. ഇനി ഓരോ സെക്ടർ വൈസുള്ള ഡീറ്റെയിൽസ് ഇനി വരും ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുവരും. ഇപ്പൊ അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ നമുക്ക് എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ സാമ്പത്തിക കാര്യങ്ങളിലെ കണക്കാണ് കേണൽ SDD താങ്കൾ പറയുന്നതെങ്കിൽ 2025 മാർച്ചിലെ ധനകാര്യ വർഷത്തിൽ, സാമ്പത്തിക വർഷത്തിൽ $721 ബില്യൺ ഈ നമ്മളുടെ ആകെയുള്ള ഇറക്കുമതി എന്ന് പറയുന്നത്. ആകെയുള്ള ഇറക്കുമതി $721 ബില്യൺ. അപ്പോൾ ഇനിയിപ്പോൾ അമേരിക്ക അവകാശപ്പെടുന്നു $500 ബില്യൺ മുകളിൽ ഈ നമ്മളുമായിട്ടുള്ള കച്ചവടം ആ നിലയിൽ, അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള വ്യാപാരം അങ്ങനെയാണ് നടത്താൻ പോകുന്നത്. ഇറക്കുമതി $500 ബില്യൺ അമേരിക്കയിൽ നിന്ന് മാത്രം എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ആകെയുള്ള 721 അമേരിക്കയിൽ നിന്ന് മാത്രം ഇനി $500 ബില്യൺ ഇറക്കുമതിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അങ്ങനെയാണോ താങ്കൾ മനസ്സിലാക്കിയത്? ഈ മാർച്ച് 25 ഫിസ്ക്കൽ ഇയറിൽ നമ്മളുടെ $721 ബില്യൺ നമ്മളുടെ ആകെ ഇറക്കുമതി. അങ്ങനല്ല ശ്രീ ഗോപികൃഷ്ണൻ. ഈ $500 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ഗോളാണ്. അതായത് നെക്സ്റ്റ് 5 ഇയേഴ്സ്, നെക്സ്റ്റ് 10 ഇയേഴ്സ് ആ രീതിയിലേക്ക് കൊണ്ടുപോകണം. ഇപ്പം നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ടുള്ള ഒരു ട്രേഡ് അഗ്രിമെന്റ് അല്ലേ, നമ്മൾ $200 ബില്യൺ ട്രേഡാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഒരു വർഷം കൊണ്ടാണോ? അല്ല. ഇപ്പൊ തന്നെ ഇന്ത്യയും തമ്മിലുള്ള അങ്ങ് പറഞ്ഞ പോലെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നിൽക്കുമ്പോൾ $500 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോളാണ്. അത് ഈ വർഷം തന്നെ അല്ലെങ്കിൽ അടുത്ത വർഷം തന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത് എത്ര വർഷമാണ്? 5 ഇയേഴ്സ് ആണോ, 2 ഇയേഴ്സ് ആണോ, 3 ഇയേഴ്സ് ആണോ? 5 ഇയേഴ്സ് ഞാൻ മനസ്സിലാക്കിയത് 5 ഇയേഴ്സ് എന്നുള്ള ഒരു കറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി നോട്ട് ഫോർ 1 ഇയർ, അതൊരു 5 ഇയേഴ്സ് പ്ലാൻ ആണ്. അതൊന്ന്. രണ്ടാമതായിട്ട് അങ്ങയുടെ ചോദ്യം, ശരി, ഓക്കെ, ഞാനത് അഗ്രി ചെയ്യുന്നു. താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഇത് ആദ്യമായിട്ടല്ലല്ലോ, അമേരിക്കയുമായിട്ട് മാത്രമല്ലല്ലോ നമ്മുടെ വ്യാപാര കരാറുള്ളത്. യൂറോപ്യൻ യൂണിയനുമായിട്ട് വ്യാപാര കരാറുണ്ട്, ബ്രിട്ടനുമായി നമുക്ക് വ്യാപാര കരാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇന്ത്യ എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. എന്താണത്? നമ്മുടെ ക്ഷീരമേഖല ഒരു കാരണവശാലും പുറത്ത് ആർക്കും വേണ്ടി അത് തുറന്നു കൊടുക്കില്ല. കാരണം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലായി നിൽക്കുന്ന ക്ഷീര കർഷകർക്ക് മറ്റു കർഷകരുടെയും താല്പര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടേണ്ട സാഹചര്യമില്ല എന്നതൊരു രാഷ്ട്രീയ നിലപാട് കൂടിയായിരുന്നു. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ കാര്യത്തിലും ബ്രിട്ടൻ്റെ കാര്യത്തിലുമൊക്കെ നമ്മളെടുത്ത തീരുമാനം ക്ഷീരമേഖല തുറന്നു കൊടുക്കില്ല, കാർഷിക മേഖല വളരെ ശ്രദ്ധയോടുകൂടി മാത്രമായിരിക്കും നമ്മൾ, അതായത് ഭാഗികമായി മാത്രമേ തുറന്നു കൊടുക്കൂ എന്നതാണ്. എന്തേ യൂറോപ്യൻ യൂണിയനോടും ബ്രിട്ടനോടും നമ്മൾ എടുത്ത ഈ നിലപാട് അമേരിക്കയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല? ആരെ ഭയന്നിട്ട്?
ആരെ തൃപ്തിപ്പെടുത്താൻ? ശ്രീ ഗോപികൃഷ്ണൻ, എൻ്റെ അങ്ങേയടുത്തുള്ള ഒരു വളരെ ഹമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങ് എനിക്ക് ആ പേപ്പർ ഒന്ന് കാണിച്ചു തരാം. ഇന്ത്യ US എഗ്രിമെന്റ് സൈൻ ചെയ്ത് നമ്മൾ നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സും ഡയറി പ്രോഡക്ട്സും US-ന് വേണ്ടി തുറന്നു കൊടുത്തു എന്നുള്ള എഗ്രിമെന്റിന്റെ ആ കോപ്പി ഒന്ന് എനിക്ക് കാണിച്ചു തരാമോ? ഉണ്ടോ? ഇതുവരെ എന്റെ കയ്യിലില്ല, താങ്കൾക്കറിയാമല്ലോ, എന്റെ കയ്യിലില്ല. പിന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു വിവരവും ആരുടെയും കയ്യിലില്ല. ഈ കാര്യങ്ങളെ ഒരു വിവരവും ആരുടെയും കയ്യിലില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരം അല്ല ഞാൻ പറഞ്ഞത്, കേണൽ എസ്റ്റിൻ അല്ല ഞാൻ പറയുന്നത്, അമേരിക്ക അവകാശപ്പെടുന്നു നമ്മുടെ ഒരു ഉൽപ്പന്നങ്ങൾക്കും ഇനി പൈസ ഇല്ല. അതങ്ങ് ഈ കാർഷിക മേഖലയിലേക്ക്, ക്ഷീരമേഖലയൊക്കെ കൂടുതൽ കാർഷിക കയറ്റുമതിക്ക് കരാർ സഹായിക്കും എന്ന് പറഞ്ഞത് ഈ അമേരിക്കയിലെ അഗ്രികൾച്ചർ സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് ആണ്. നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അവർക്ക് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് അവരെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളത് അവർ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ കോമേഴ്സ് മിനിസ്റ്റർ ഫ്ലോർ ഓഫ് ദി ഹൗസ്, പാർലമെന്റ് ഹൗസിൽ എന്താ പറഞ്ഞത്? അഗ്രികൾച്ചർ പ്രോഡക്റ്റും നമ്മുടെ കോർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതിൽ നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആണെന്ന്. എനിക്ക് അതിനകത്ത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എന്നെക്കാട്ടി വളരെ സീനിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് ഇരിക്കുന്നത്. നമ്മളെ ഈ രാജ്യത്ത് മോദി ഗവൺമെന്റ് മാത്രമല്ല, ഏത് ഗവൺമെന്റ് വന്നാലും നമ്മുടെ അഗ്രികൾച്ചറിനെ ബാധിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഡിപ്പെൻഡൻ്റ് ആണ്, അത്രമാത്രം ഒരു എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ എഗ്രിമെന്റ് തന്നെ ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ടാണ് ഡിലേ ആയത്? ഈ ഒരു എഗ്രിമെന്റ് വരാത്തതുകൊണ്ടാണ്. അപ്പം US സെക്രട്ടറി എന്ത് പറയുന്നു, അഗ്രികൾച്ചർ സെക്രട്ടറി എന്ത് പറഞ്ഞു, ഡൊണാൾഡ് ട്രംപ് എന്ത് പറയുന്നു, ഒന്നും അതിനകത്ത് നമ്മൾ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ പറഞ്ഞോട്ടെ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ ഡൊണാൾഡ് ട്രംപിന്, അതാണ് ഞാൻ റഷ്യൻ ഓയിലിന്റെ കാര്യം പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എത്ര പ്രാവശ്യമാണ് പറഞ്ഞത് ഇന്ത്യ റഷ്യൻ ഓയിൽ നിർത്തി, ഇന്ത്യ ഇനി റഷ്യൻ ഓയിൽ വാങ്ങുന്നില്ല. ഇന്ന് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റഷ്യൻ ഓയിൽ കംപ്ലീറ്റ് നിർത്തിയോ? ഇല്ലല്ലോ. ഇപ്പോഴും നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വരുന്നു, അതിൻ്റെ അളവ് മാറ്റമൊക്കെ വരും. എന്തുകൊണ്ടാണ്? ആദ്യം നമ്മൾ റഷ്യ യുക്രൈൻ വാറിൻ്റെ സമയത്ത് നമ്മൾ ഓയിൽ വാങ്ങിച്ച സമയത്ത്, അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ച സമയത്ത് എത്ര വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെ ഇൻഫാക്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഡോക്ടർ ശശി തരൂരിനെ പോലെ ഫോറിൻ അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആള്, അദ്ദേഹം പോലും പറഞ്ഞു ഇത് തെറ്റാണ്, നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. യുക്രൈനെ പിന്തിരിപ്പിക്കുന്ന രീതിയാണ് ഇത്. റഷ്യ സഹായിക്കാൻ പാടില്ല, കാരണം റഷ്യ ഏകപക്ഷീയമായിട്ട് യുക്രൈൻ അറ്റാക്ക് ചെയ്തു. അതേ ഡോക്ടർ ശശി തരൂർ പിന്നീട് പറഞ്ഞു, ഐ ഹാവ് എഗ് ഓൺ മൈ ഫേസ്, ഞാൻ പറഞ്ഞ തെറ്റാണ്, ഭാരതത്തിന് ലോ കോസ്റ്റ് ആയിട്ട് കിട്ടുന്ന റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്ന തെറ്റൊന്നും ഇല്ല എന്ന് അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.